പോതും. അപ്പോൾ ഇതാണ് നമ്മുടെ ബൈക്ക് ലൈനപ്പ്. 390 അഡ്വഞ്ചർ GS310 CBയുടെ സ്ക്രാംബ്ലർ ഫോണ്ട്. വെൽക്കം ബാക്ക് ടു സണ്ണി സൈഡ്. അങ്ങനെ ഏറെ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു ബൈക്ക് റൈഡാണ്. ലാസ്റ്റ് നമ്മൾ റൈഡ് പോയത് വയനാട്ടിലേക്കാണ്. പിന്നെ നല്ല ചൂടായിരുന്നു, എവിടേക്കും പോയിട്ടില്ല. ഞാൻ വണ്ടി എടുത്തിട്ട് തന്നെ ഓൾമോസ്റ്റ് 2 ആഴ്ചയായി. ബാറ്ററി ഒന്ന് ചെറുതായിട്ടൊന്ന് വീക്കായിരുന്നു. ഇന്നലെ ഒരു 20 മിനിറ്റ് സ്റ്റാർട്ടൊക്കെ ചെയ്തിട്ടു. അത് കഴിഞ്ഞ് 2 മണിക്കൂർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒന്നും കുഴപ്പമില്ല. നമ്മൾ പോകുന്നത് കൊടൈക്കനാലിലേക്കാണ്. അങ്ങനെ നമ്മൾ 3 പേരാണ് കൊടയിൽ പോകുന്നത്. നമ്മുടെ 390 അഡ്വഞ്ചർ ഉണ്ട്, CBയുടെ സ്ക്രാംബ്ലർ 400 ആണ്, ഡാനിയുടെ അഗൈൻ BMW GS310 ആണ്. അപ്പോൾ അവരെ നമ്മൾ അത്തിബലെ ടോളിൻ്റെ അവിടെ മീറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സമയം രാവിലെ 5:10. ഞാൻ ലഗേജ് കംപ്ലീറ്റ്ലി സോഫ്റ്റ് ലഗേജിലോട്ട് മാറി. അപ്പോൾ നമ്മളൊരു സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ അത് വെച്ച് കെട്ടുമ്പോൾ വരുന്ന ചെറിയൊരു ഡിലേ ഉണ്ടല്ലോ, അത്രേ ഉള്ളൂ. എനിക്ക് പെട്ടെന്ന് കൺഫ്യൂഷനായി ഇത് എങ്ങനെയാണ് സ്റ്റാപ്പ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ നമുക്ക് നേരെ അത്തിബലെ ടോൾ പ്ലാസ പിടിക്കാം. അങ്ങനെ നമ്മൾ അത്തിബലെ ടോള് എത്തി. കറക്റ്റ് നമ്മൾ 5:30 തന്നെ എത്തി. അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതേ ഉള്ളൂ. ഒരു ഹാർഡ്ലി 5-10 മിനിറ്റ്സിൽ അവരെത്തും. ആ സമയം കൊണ്ട് ചായ കുടിച്ചേക്കാം. സമയം 6 മണി. അപ്പോൾ അവരെത്തി. നമുക്ക് രാവിലെ തന്നെ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. ഫോൺ മൗണ്ടിൻ്റെ ഇവിടെ ചെറുതായിട്ടൊന്ന് ലൂസായിട്ടുണ്ട്. LNK എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഏതെങ്കിലും ഗറാജ് തുറക്കുമ്പോൾ എവിടെയെങ്കിലും ചവിട്ടി ഒന്ന് ടൈറ്റ് ചെയ്യാം. കാരണം ഫോൺ മൗണ്ട് ചെയ്യുന്ന നേരത്താണ് ഇതിൻ്റെ ഭയങ്കര ലൂസായിട്ടിരിക്കുന്നത്. അങ്ങനെ സമയം 6:30. ചെറുതായിട്ട് വിശപ്പ് വന്നു തുടങ്ങി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു മുരുകനടിയിൽ നിർത്തി കഴിച്ചിട്ട് പോകാമെന്നുള്ളത്. CBയും ഡാനിയും അടിച്ചു പോയിട്ടുണ്ട്. ഞാനപ്പോൾ പതുക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ മുരുകനടിയിൽ പിടിക്കാം. മുരുകനടിയിലെത്തി ഒരു കൂട്ടം ഗസ്റ്റുകൾ. അപ്പോൾ നേരെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. നമ്മൾ ഏകദേശം ഒരു 3/4 മണിക്കൂറോടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ ബൈക്ക് ലൈനപ്പ്. 390 അഡ്വഞ്ചർ GS310 CBയുടെ സ്ക്രാംബ്ലർ ഫോണ്ട്. അപ്പോൾ പോവല്ലേ? ഗറാജാണത്. ആ നൈസ്. നട്ട് കിട്ടുമോ നോക്കട്ടെ. ഊരിപ്പോയി. ആ പോതും. ഓ രക്ഷപ്പെട്ടു. ഓ അങ്ങനെ അണ്ണൻ ശരിയാക്കി തന്നു. ആ ഈ ലെഫ്റ്റാണ് ഉദ്ദേശിച്ചത്. നാമക്കൽ റൂട്ട് അടിപൊളിയാണ്. എന്താ വ്യൂ, നൈസ്. റീഫ്യൂൽ ചെയ്യാൻ സമയമായി. ഇതാണ് ഞാൻ യൂസ് ചെയ്യാറുള്ള ഫ്യൂൽ അടിച്ചത്. ലീക്കായില്ല. എൻ്റെ ക്യാപ്പ് കുറച്ച് വീക്കാണ്. ഞാൻ മാസ്കിൻ്റെ ടൈപ്പ് വെച്ച് മൂടിയിട്ടിരിക്കുകയാണ്. 1 ലിറ്റർ പെട്രോളിന് 2 ml ആണ് അവർ പറയുന്നത്. പക്ഷേ ഇറ്റ്സ് ഓക്കെ. നമുക്കൊരു 8-10 വെച്ചാലൊന്നും കുഴപ്പമില്ല. ലോങ് ആണല്ലോ പോകുന്നത്. ഷുഡു നമുക്ക് ഫുൾ ടാങ്ക് അടിക്കാം. ആണോ ഫുൾ ടാങ്ക്? അപ്പോൾ തന്നെ 1280 11 ലിറ്റേഴ്സ്. ഒരു വമ്പൻ കോമഡി. ഈ നട്ട് ഓട്ടത്തിൽ ഊരിപ്പോയതാണ്. നമ്മൾ ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും ഇപ്പോൾ? അവിടെ നിന്ന് മാറി അവിടെ നിന്ന് വീണ്ടും നമ്മളൊരു 200 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇല്ലേ? 200 കിലോമീറ്റേഴ്സ് ഓടിയിട്ടും ഇതാ കണ്ടോ ഇവിടെ തങ്ങി നിൽപ്പുണ്ട് നട്ട്. സ്റ്റക്കാണ്. അതവിടെ പോയി. അത് ഇറക്കി. ഓഷർ മാത്രമല്ലേ പോയുള്ളൂ. വേറെ എവിടെയും പോകാൻ ഞാൻ വാങ്ങി. നൈസ്.
നാമക്കൽ കഴിഞ്ഞ് നിർത്തിയതാണ്. നല്ല ചൂട്. ഇനിയൊരു 240 kilometers, another 5.5 hours. എൻ്റെ ഫോണിൻ്റെ ബാറ്ററി കുതം ഹോകയാ. മാപ്പ് ഇട്ടിരിക്കുന്ന ഫോണിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും മാപ്പ് ഉണ്ടല്ലോ, അത് മതി. ഇല്ല പോട്ടെ. നമ്മൾ യൂഷ്വലി വരുന്ന വഴിയല്ല കൊടൈക്കനാലോട്ട്. ഇത് സാധാരണ നമ്മൾ ഡിണ്ടിഗലെത്തി അവിടെ നിന്ന് റൈറ്റ് എടുത്താൽ പോവാറ്. നമ്മൾ ഡിണ്ടിഗൽ എത്തുന്നതിന് മുന്നേ കറക്റ്റ് റൂട്ട് എനിക്കറിയില്ല. ആ വഴി വന്നപ്പോൾ ഒരു മലയാളി ചേട്ടൻ്റെ കട, വീഡിയോ എടുക്കാൻ പറ്റിയില്ല, നല്ല മഴ പെയ്തു. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ചായക്കടയിൽ നിർത്തി നിർത്തിയതാണ്. പക്ഷേ അവിടെ നല്ല ഊണുണ്ടായിരുന്നു. നല്ല ചോറ്, ബീട്രൂട്ട് തോരൻ, സാമ്പാർ, പിന്നെ എന്തോ ഒരു കുളമ്പ് പറഞ്ഞല്ലോ, പുളിക്കുളമ്പ്, അച്ചാറുണ്ടായിരുന്നു. പിന്നെ ചേട്ടൻ മുട്ട പൊരിച്ച് തന്നു. തൃശ്ശൂർക്കാരനാണ് പുള്ളി, വർഷങ്ങളായിട്ട് ഇവിടെയാണ് അത്ര. എനിക്ക് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ മഴ പെയ്ത് പുള്ളിക്കാണെങ്കിൽ ലഞ്ച് ടൈമിൻ്റെ തിരക്ക് കാരണം എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഈ വഴിയും കണ്ടോ, അടിപൊളി. ഞാൻ ആദ്യമായിട്ട് ഈ റൂട്ട് വരുന്നത്. പലരും ഈ വഴി വന്നിട്ടുണ്ടാവുമായിരിക്കും, പക്ഷെ ഞാൻ യൂഷ്വലി ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് ഡിണ്ടിഗലിൽ നിന്ന് റൈറ്റുള്ള ആ വഴി ആണ് യൂഷ്വലി വരാറ്. പക്ഷേ ഈ വഴി കൊള്ളാം. ഒരു 17 മിനിറ്റ് എക്സ്ട്രാ എന്നാണ് മാപ്പിൽ കാണിച്ചത്, പക്ഷേ ആ 17 മിനിറ്റ് ടോട്ടലി വർത്തിട്ട്. ചെറിയ രീതിക്കുള്ള മഴയുണ്ട്, അപ്പോൾ ജാക്കറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ, കാരണം എൻ്റെ ബൂട്ട് വാട്ടർ പ്രൂഫ് അല്ല. അപ്പോൾ ബൂട്ട് നനഞ്ഞു കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല, നാളത്തേക്ക് ഇത് ഉണങ്ങത്തുമില്ല. ചീഞ്ഞളഞ്ഞ ബൂട്ടിട്ട് ഞാൻ തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇനി ഒരു 65 കിലോമീറ്ററാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ളത്. ഓൾമോസ്റ്റ് 2 മണിക്കൂറാണ് കാണിക്കുന്നത്. ജാക്കറ്റൊക്കെ ഇട്ട സ്ഥിതിക്ക് നല്ല മഴ പെയ്യട്ടെ. പക്ഷെ എന്തായാലും നന്നായി ഈ വഴി വന്നത്, വളരെ നല്ല തീരുമാനം. അതെ,
കിടക്കുന്ന പ്രോപ്പർട്ടി ഒരു രക്ഷയില്ല. പക്ഷേ ഉള്ളി പ്രോബ്ലം ഇസ് അവിടെ നിന്ന് നമ്മൾ താഴത്തേക്ക് ഇറങ്ങി വരണം. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ലഗേജൊക്കെ ഒരു താഴ്ത്തി കൊണ്ടുവരാൻ സഹായിച്ചു. ഉള്ളി പ്രോബ്ലം ഇസ് നമ്മളിങ്ങനെ കയറി പോകണം. ഇപ്പോഴേ നടന്ന് കയറിയൊരു വഴിയായി. എങ്ങനെയുണ്ട് നടന്ന് കയറിയിട്ട് ദീപി? അവിടെ നിന്ന് നടന്ന് ഈ വഴി ഇങ്ങനെ വന്ന് ഇങ്ങനെ പിന്നെയും മേലോട്ട് കയറണം. അതാണ് അവരുടെ ഡൈനിങ് ഏരിയ. കുറച്ച് ബഹളം കേൾക്കുന്നുണ്ട്. നമസ്തേ കൊടേ അതാണ് പ്രോപ്പർട്ടിയുടെ പേര്. ഇതാണ് അവരുടെ കോഫി ഷോപ്പ്, ബ്യൂർ കഫേ. അവിടെയാണ് നമ്മുടെ പ്രോപ്പർട്ടി. വണ്ടി ഇവിടെ വയ്ക്കാനേ പറ്റുള്ളൂ. സെഡാൻ കൊണ്ടൊക്കെ വരാൻ കഴിഞ്ഞാൽ പണി കിട്ടും. ഒരു 4x4 അല്ലെങ്കിൽ അത്യാവശ്യം ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള കാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ. നമ്മുടെ 390 CBയുടെ ട്രയംഫ്, അപ്പുറത്ത് 2 GS. കണ്ടോട്ടൊരു ഫാമിലിയൊക്കെ താമസിക്കുന്നുണ്ട്. ഫുൾ പശു. നൈസ്. അവിടെ ദൂരെ അങ്ങ് പോയി കഴിഞ്ഞാൽ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ബൊലേറോ പിക്കപ്പ് കിടക്കുന്നതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ ബൈക്ക് ഇരിക്കുന്നത്. അവിടെ നിന്ന് നമ്മളിങ്ങോട്ടേക്ക് നടന്നു വന്നു കഴിഞ്ഞാൽ ഇതാണ് അവിടുത്തെ വ്യൂ. അധികം ആൾക്കാരും ഇങ്ങോട്ട് എത്തിപ്പെടാറില്ല. അതുകൊണ്ട് തന്നെ വലിയ ബഹളമില്ല. ഞങ്ങൾ പിന്നെ മൺഡേ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ തിരക്കുറവ് എന്തായാലും ഉണ്ടാവും. The next day. അങ്ങനെ ഡേ 2 സമയം ഉച്ചയ്ക്ക് 12 മണി. നമ്മൾ തിരിച്ച് ബാംഗ്ലൂർക്ക് പോവാണ്. ഡാനി ഈസ് ഗോയിങ് ബാക്ക് ടു ട്രിവാൻഡ്രം. ടാറ്റ ഡാനി. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 9.5-10 hours എടുക്കും. ഡാനിക്ക് ഏകദേശം ഒരു 8-9 hours എടുക്കും. അപ്പോൾ നമുക്ക് നേരെ തിരിച്ച് ബാംഗ്ലൂർക്ക് പിടിക്കാം. നമ്മൾ വന്നത് ഒരു കാട് വഴി കൂടെയൊക്കെ ആയിരുന്നു. തിരിച്ച് നമ്മൾ സാധാരണ എല്ലാവരും പോകുന്ന വഴി ഡിണ്ടിഗൽ ചെന്നിറങ്ങി അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് പോകാനാണ്. സമയം ഉച്ചയ്ക്ക് 1:30. കൊടേ ടൗൺ എത്തിയതാണ്. ഒടുക്കത്തെ ചൂട്. എന്തായാലും കുട വരെ വന്നതല്ലേ, കുറച്ച് ചോക്ലേറ്റ് മേടിച്ചേക്കാം. അങ്ങനെ നമ്മൾ താഴത്തേക്ക് എത്തിയപ്പോൾ തന്നെ നല്ല ചൂടായി. ചൂടിൻ്റെ കൂടെ തന്നെ നല്ല വിശപ്പുമുണ്ട്. അപ്പോൾ നമ്മൾ ഡിണ്ടിഗൽ തലപ്പാക്കട്ടി ബിരിയാണി അല്ലേ CB കഴിക്കാൻ പോകുന്നത്. ഇവിടെ നിന്ന് 10 കിലോമീറ്റർ കാണിക്കണം. നേരെ അങ്ങോട്ടേക്ക് പിടിക്കാം. ഡാനി, താങ്ക് യു സോ മച്ച്. ക്യാമറ വരാൻ മടിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത്. Thank you. It was a wonderful ride and probably we have many more to come. Yes. And probably on a new bike next time. Maybe, yes. Ride safe. Bye-bye. Thank you. അങ്ങനെ നമ്മൾ തലപ്പാക്കട്ടി ബിരിയാണിയിൽ നിന്ന് ഞാനൊരു ചിക്കൻ ബിരിയാണി കഴിച്ചു, CB മട്ടൻ ബിരിയാണി കഴിച്ചു, ഡാനി മട്ടൻ ബിരിയാണി കഴിച്ച്. ഡാനി അവിടെ നിന്ന് സ്പ്ലിറ്റായി പുള്ളി ട്രിവാൻഡ്രത്തേക്ക് പോയി. നമ്മളിവിടുന്ന് നേരെ ബാംഗ്ലൂർക്ക് പോവാണ്. നമുക്ക് ഇവിടുന്ന് ഓൾമോസ്റ്റ് 7 hours റൈഡാണ് കാണിക്കുന്നത്. 377 kilometers. എനിക്ക് ഓൾമോസ്റ്റ് ഒരു 7 hours എടുക്കും. പക്ഷെ അതിൽ കൂടുതൽ എടുക്കാനേ സാധ്യതയുള്ളൂ, കാരണം നമ്മൾ ബ്രേക്ക് എടുത്തായിരിക്കും പോവുക. അപ്പോൾ ഫ്യൂൽ ഫില്ല് ചെയ്യാൻ സമയമായിട്ട് നേരെ പോയിട്ട് ഫ്യൂൽ ഫില്ല് ചെയ്യട്ടെ.
കുറച്ചധികം നമ്മൾ ഓടി. ഓൾമോസ്റ്റ് ഒരു 30 കിലോമീറ്റർ ബാലൻസ് വന്നപ്പോഴാണ്, ഡിസ്റ്റൻസ് 20 കാണിച്ചപ്പോഴാണ് ഫ്യൂൽ അടിക്കാൻ കയറിയത്. GOBPയിലാണ്. ഇവിടെ 110 രൂപ ലിറ്ററിന്. അങ്ങനെ നമ്മൾ സേലം കഴിഞ്ഞു. ഇവിടെ എത്തിയപ്പോഴാണ് മോൺസ്റ്ററിൻ്റെ ഒരു മാംഗോ ഫ്ലേവർ. കൊള്ളാം. അത് ഓടിച്ചു. നമ്മൾ തിരിച്ചു വിടുകയാണ്. ഓൾമോസ്റ്റ് ഒരു 160 കിലോമീറ്റേഴ്സ്, 3 hours റൈഡ്. അങ്ങനെ നമ്മൾ അത്തിപ്പള്ളി കഴിഞ്ഞു. CB അത്തിപ്പള്ളിയിൽ നിന്ന് റൈറ്റ് എടുത്ത് പോയി. പുള്ളി സർജാപൂറാണ് താമസിക്കുന്നത്. അങ്ങനെ വീവ് കം ടു എൻ എൻഡ് ടു അവർ റൈഡ്. ഡാനി ട്രിവാൻഡ്രം ഓൾമോസ്റ്റ് എത്തി. പുള്ളിയിൽ ഹാഫ് ആൻ അവറിനുള്ള വീടെത്തും. സമയം രാത്രി 11 മണി. നല്ല കിടിലൻ റൈഡായിരുന്നു. ഈ വീഡിയോയിൽ കൂടുതൽ നിങ്ങൾ കൊടയുടെ കുറേ ഷോർട്സൊക്കെ തന്നെ കാണത്തുള്ളൂ. ഞാൻ തിരിച്ച് റൈഡ് ചെയ്ത് വന്നപ്പോൾ എക്സോസ്റ്റഡ് ആയിപ്പോയി. വ്ളോഗ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല. കാരണം ഞങ്ങൾ പിടിച്ച് വന്നുകൊണ്ടിരുന്നത്. ഡിണ്ടിഗിൽ നിന്ന് ഞങ്ങൾ മാപ്പ് ഇട്ടപ്പോൾ ഞങ്ങൾ രാത്രി 12:30 എത്തുന്നതാണ് കാണിച്ചിരുന്നത്. അത് ഞങ്ങൾ ഒരു 10:30 ആയപ്പോഴേക്ക് ഇവിടെ എത്തി. പിന്നെ ഒരു ചായയൊക്കെ കുടിച്ചിട്ടാണ് പിരിഞ്ഞത്. അതുകൊണ്ട് കുറച്ചൊന്ന് ഡിലേ വന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇനിയൊരു വീഡിയോ കാണുന്നവരെ ദിസ് ഇസ് മീ സണ്ണി. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. റൈഡ് സേഫ്. ബൈ.